തൃശൂൽ, നീ എന്തുകൊണ്ടാ ഇത്രയും വിഷമിക്കുന്നെന്ന് എനിക്കറിയാം. ഈ കാട്ടുപാതയിൽ എന്നെ കൊണ്ട് ഇത്രയും ദൂരം നടത്തിക്കൊണ്ട് പോണല്ലെന്ന് ആലോചിച്ചല്ലേ? അതിനെന്തിനാ നീ ഇത്രയും വിഷമിക്കുന്ന തൃശൂൽ? നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്കായിരിക്കും. പക്ഷെ ഇത് ശരിക്കും ഒരു വനയാത്രയല്ലേ തൃശൂൽ? നിന്റെ കൈ പിടിച്ചുകൊണ്ട് എത്ര ദൂരം നടന്നാലും എനിക്ക് വിഷമം തോന്നില്ല. തൃശൂൽ, കുടുംബക്ഷേത്രമാണെന്നല്ലേ പറഞ്ഞിരുന്നത്? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഇതുവരെ നീ എന്നെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നില്ലല്ലോ. എന്തുപറ്റി? മറന്നുപോയതാ? അതെ ശിവാനി, മറന്നുപോയിരുന്നു. എല്ലാം മറന്നുപോയി. എനിക്ക് ഓർമ്മയിൽ ഉണ്ടാവേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം ഞാൻ മറന്നുപോയി. അതെ തൃശൂൽ, നീ മറന്നുപോയി. ആദിശേഷൻ നീയാണെന്ന് നീ മറന്നുപോയി. ഈ ജന്മത്തിൽ തൃശൂലായിട്ട് പോലും നിനക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇന്ന് പോകുന്ന അമ്പലത്തിൽ നിന്നും അതിനെല്ലാമുള്ള ഉത്തരം ലഭിക്കും. എനിക്കെന്തോ ഇങ്ങോട്ട് വരുമ്പോ ഇനിയെല്ലാം നല്ലത് മാത്രമേ നടക്കൂന്നും എല്ലാ കാര്യങ്ങളും ശരിയാവൂന്നും എനിക്ക് തോന്നുക തൃശൂൽ. ശിവാനി, എത്ര ദിവസം എനിക്ക് എന്നോട് എല്ലാം ശരിയാവും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും? ഓരോ ദിവസം കഴിയുമ്പോഴും ഒന്നിന് പിറകെ ഒന്നായിട്ട് എന്റെ തലയിൽ കയറി എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുക ശിവാനി. ഒന്നിനും വിഷമിക്കേണ്ട തൃശൂൽ. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ കുട്ടി ഉത്തരം തരും. പക്ഷെ എനിക്ക് അതും സംശയം തന്നെയാണ്. നമ്മുടെ കുഞ്ഞ് നമ്മുടെ പ്രണയത്തിന്റെ അടയാളമാണ് തൃശൂൽ. നമ്മുടെ സംശയങ്ങളെല്ലാം അകലാനായിട്ട് ആ ദൈവം നമുക്ക് തന്ന വരോ? എന്ത് വരം ശിവാനി? ചോദ്യം തന്നെ എന്താണെന്ന് അറിയാത്ത സംശയങ്ങൾക്ക് ആ ദൈവം എങ്ങനെ ഉത്തരം തരാനാ? നിങ്ങളുടെ ആയുധവും ധൈര്യവും ചങ്കൂറ്റവും കൊണ്ട് കൊല്ലാൻ സാധിക്കും. പക്ഷേ അതിന്റെ കൂടെ എന്റെ ബുദ്ധിയും കൂടി ഉപയോഗിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. എന്താണെന്ന് പറ. നിങ്ങളുടെ കൂടെ സഹായിക്കാൻ 4 പേര് കൂടി ഉണ്ടാവും. അവർ ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യും. ഇവർ നിങ്ങളെ സഹായിക്കും. ഇവരൊക്കെ പാമ്പ് പിടുത്തക്കാരല്ലേ? അയ്യേ കഷ്ടം. എന്താണിത് മുതലാളി? ഈ പാമ്പ് പിടുത്തക്കാർ ഞങ്ങളെ സഹായിക്കുമെന്നോ? ഞങ്ങളെ വിളിപ്പിച്ചത് പാമ്പ് പിടുത്തത്തിനാണോ? അതെ, നിങ്ങൾ വന്നത് തന്നെ പാമ്പിനെ കൊല്ലാൻ വേണ്ടിയാണ്. മുതലാളി, ഇതിനൊക്കെ ഞങ്ങളെ എന്തിനാ വിളിച്ചേ? ഈ പാമ്പ് പിടുത്തക്കാര് തന്നെ മതിയായിരുന്നല്ലോ. നിങ്ങളുടെ കയ്യിലാണ് ഈ തോക്കുണ്ട്, ഇവരുടെ കയ്യിലാണ് ഈ മകുടിയുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാമായിരുന്നില്ലേ? ആദ്യം മരുമകളെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പാമ്പിനെയാണോ കൊല്ലേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടതും അത് തന്നെയാ. ആ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യാനായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ വിളിച്ചു വരുത്തിയത്? ഇവിടെ ഇവരും വേണം, നിങ്ങളും വേണം. ഇവര് മകിടി ഊതി പാമ്പിനെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിർത്തും. ആ സമയം നോക്കി നിങ്ങള് ആ പാമ്പിന്റെ ജീവൻ എടുത്തിരിക്കണം. കാരണം എന്താന്ന് വെച്ചാ അതൊരു സാധാരണ പാമ്പല്ല, ഇച്ഛാധാരി നാഗമാണ്. മനുഷ്യരെ പോലെ രൂപം മാറാൻ കഴിവുള്ള നാഗം, ദേവനാഗം. മുതലാളി, ഇതൊരു നല്ല തമാശയാണല്ലോ. പാമ്പ് മനുഷ്യൻ, മനുഷ്യ പാമ്പ്. ഇത് ഏത് സിനിമ കണ്ടിട്ട് വന്ന് കഥ പറയുകയാണ് മുതലാളി? പാമ്പുകളൊക്കെ മനുഷ്യരൂപത്തിലേക്ക് മാറുമത്രേ. ഇതൊന്നും ഞങ്ങളുടെ മക്കൾ പോലും വിശ്വസിക്കത്തില്ല. അതെയല്ലേ? എങ്കിൽ നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്ക്. കാണുമ്പോ നിങ്ങൾക്ക് വിശ്വാസമാവും. എന്റെ മുഖത്തേക്ക് നോക്ക്, എന്റെ കണ്ണിലേക്ക് നോക്ക്. കണ്ണിൽ പാമ്പ്, കണ്ണിൽ പാമ്പ്, കണ്ണിൽ പാമ്പ്, കണ്ണിൽ പാമ്പ്. നോക്കടാ, എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കടാ. ഇനിയും നിനക്കൊക്കെ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല ഇല്ല മുതലാളി. എന്റെ കണ്ണുകൾ കണ്ട് പേടിച്ചവർ അവളെ കണ്ട് പേടിക്കില്ലെന്ന് എന്താ ഉറപ്പ്? മുതലാളി, പാമ്പിന്റെ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ ഞങ്ങൾ ഒരുപാട് കൊന്നിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് മനുഷ്യരെ പോലുള്ള പാമ്പിനെ കൊല്ലുന്നത്. ഞങ്ങൾക്കത് ചെയ്യണം. മുതലാളി പറയൂ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്റെ മകനും മരുമകളും ഇപ്പോൾ വരും. ചെന്നവരെ അറ്റാക്ക് ചെയ്യ.
എന്റെ മകന്റെ ബോധം പോകാനേ പാടുള്ളൂ. മറ്റൊന്നും അവന് സംഭവിക്കരുത്. അവളെ കൊല്ലാനാണ് നിങ്ങൾ വന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ മകുടി ഊതൽ നിങ്ങൾ ആരംഭിച്ചിരിക്കണം. നിങ്ങളുടെ മകുടിയുടെ നാദം കേട്ട് അവൾ നിലത്ത് വീണ് കിടന്ന് പുളയും. അപ്പോ നിങ്ങൾ നിങ്ങളുടെ ആയുധമെടുത്ത് ഒറ്റ വെട്ടിന് കൊല്ലണം അവളെ. മരിച്ചു കിടക്കുന്ന അവളുടെ വയറ്റിൽ ഒരു നാഗമാണിക്യമുണ്ട്. അവളുടെ വയറ് പിളർന്ന് നാഗമാണിക്യമെടുത്ത് എന്റെ കയ്യിലേക്ക് തരണം. ജയ് ഭോലെനാഥ്. അവിടെ തയ്യാറായി മരണമുഹൂർത്തം. ഇവിടെ വിശ്വാസത്തിനും ബന്ധങ്ങൾക്കുമിടയിൽ മറ വരുമ്പോൾ സ്നേഹമില്ല എന്നറിഞ്ഞാൽ അറിയുന്നതേ ജന്മസാർത്ഥകം. ഇല്ലെങ്കിലെല്ലാം അനർത്ഥങ്ങൾ മാത്രം. ജയ് ഭോലെനാഥ്. എന്റെ മനസ്സിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇല്ലാത്ത വെപ്രാളം, പേടി, ജീവിതത്തിൽ ഉത്തരവാദിത്തത്തിന്റെ കൂടെ തോൽവിയും ചേർന്ന് സമാധാനം നഷ്ടപ്പെട്ടു. എന്നാലിപ്പോ എനിക്കുള്ള സന്തോഷം നമ്മുടെ കുഞ്ഞിന്റെ രൂപത്തിലെത്തി തൃശൂർ. ആ സന്തോഷം നിന്നോടെങ്ങനെ പറയണമെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ശിവാനി, നിനക്ക് സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ഒരു സന്തോഷം തോന്നുന്നില്ല. അതെന്താ നിനക്ക് മനസ്സിലാവാത്ത? ശിവാനി, നീ അന്നേരം മുതൽ കുട്ടി, സ്വപ്നം, വരം, സന്തോഷം എന്നെന്തൊക്കെയാ പറയുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും തന്നെ പറയാൻ തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ചാ നിന്റെ കൂടെ ഒന്നായതും സന്തോഷത്തോടെ നമ്മൾ ഉണ്ടായിരുന്നതും കുഞ്ഞുങ്ങളുണ്ടാവാൻ കാരണമായതും ഇതൊന്നും തന്നെ എനിക്ക് ഒരു ഓർമ്മയില്ല ശിവാനി. ഒന്നായതേ ഓർമ്മയില്ലെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുണ്ടായെന്നൊക്കെ പറയുമ്പോ അതിൽ എന്ത് സന്തോഷം തോന്നാനാ? എനിക്ക് എങ്ങനെ സന്തോഷം വരാനാ? പറയ് ശിവാനി, എല്ലാം അറിയാവുന്ന എനിക്ക്, എല്ലാം ഓർമ്മയുള്ള എനിക്ക് നിന്റെ കൂടെ ഒരുമിച്ചത് മാത്രം എന്തുകൊണ്ടാണ് എനിക്ക് ഓർമ്മയില്ലാത്തത്? അതൊന്ന് പറഞ്ഞതാ. തൃശൂൽ, നീ പറയുന്നത് സത്യ. എന്റെ മനസ്സിന് മനസ്സിലാവാത്ത വാസ്തവം. നിന്റെ കൂടെ ഒന്നായത് എത്ര തന്നെ ഓർക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് ഓർമ്മ വരുന്നില്ല ശിവാനി. തൃശൂൽ, നിനക്ക് ഓർമ്മ വരാത്തതിന് മറ്റൊരു കാരണമുണ്ട്. ശിവാനി, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? നീ പറയുന്നത് ഒന്നും തന്നെ എനിക്ക് കേൾക്കുന്നുമില്ല, ഒന്നും മനസ്സിലാവുന്നുമില്ല. ആവില്ല, ഒന്നും മനസ്സിലാവില്ല. മായാങ്കനയുടെ ശാപം നിന്റെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പാവം, എല്ലാം അവന്റെ ലീലകളാണ്. അവന്റെ ലീലകൾ മാത്രം. ദൈവമേ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇവൻ അതൊന്നും കേക്കില്ലല്ലോ. എത്ര തന്നെ നാഗിണി, നാഗലോകം, ആദിശേഷൻ എന്ന് പറഞ്ഞാലും അവന്റെ കാതില് വീഴില്ല. എന്ത് ചെയ്യാനാ ഞാനിപ്പോ? സ്വാമിജി എന്നോട് നിന്റെ ജീവിതത്തിന്റെ ഉത്തരത്തിന്റെ പകുതി നിന്റെ പങ്കാളിയുടെ അടുത്തുനിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവാതെ പോയി കാണും. പക്ഷെ ആ പറയുന്നതെല്ലാം എന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. അദ്ദേഹം പറയുന്നത് പോലെ എനിക്ക് വേണ്ടുന്ന ഉത്തരം നിന്നിൽ നിന്ന് കിട്ടുമെന്ന് പറയുമ്പോ നിനക്കെല്ലാം അറിയാമെന്നല്ലേ? പറയൂ ശിവാനി, എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തരൂ. ഒന്ന് പറയൂ ശിവാനി. നിന്നോട് പറഞ്ഞ മനസ്സിലാവില്ല തൃശൂൽ. നീ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ എല്ലാം എനിക്ക് മനസ്സിലാവും ശിവാനി. ഒന്ന് പറയൂ ശിവാനി, എനിക്ക് ഉത്തരം തരൂ. തൃശൂൽ, നമ്മൾ പോകുന്നത് കുടുംബക്ഷേത്രത്തിലേക്കാ. ഇങ്ങനെയൊന്നും സംസാരിക്കാതെ വാ, പിന്നീട് നിനക്ക് തന്നെ ഉത്തരം ലഭിക്കും. വരൂ ഇല്ല തൃശൂൽ, ശിവാനി, പോകാം. അവിടെ വന്നാലും എനിക്കുള്ള ഉത്തരം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ വരാനും പോകുന്നില്ല. പക്ഷെ എനിക്ക് പോയേ പറ്റൂ തൃശൂൽ. വേണ്ട, പോകണ്ട അങ്ങോട്ട്. അവിടേക്ക് നീ ഒറ്റയ്ക്ക് പോകരുത്. ഒറ്റയ്ക്ക് നീ അങ്ങോട്ട് പോയാൽ മരണം നിന്റെ കൂടെ വരും. രണ്ടാളും കൂടി ഒരുമിച്ച് പോയാൽ മരണം ദൂരേക്ക് പോകും. വേണ്ട, പോകണ്ട. മരണത്തിന് തല നീട്ടി കൊടുക്കണ്ട. ഇല്ല ശിവാനി, ഞാൻ എവിടേക്കും വരുന്നില്ല. എങ്ങനെ പറഞ്ഞു നിന്നെ ഞാൻ മനസ്സിലാക്കും? നീ ഒന്നും പറയാതിരുന്ന പിന്നെ എനിക്ക് എങ്ങനെ മനസ്സിലാവാനാ? മനസ്സിലാവേണ്ട സമയമാവുമ്പോ എല്ലാം മനസ്സിലാവും. വാ, എന്റെ ഒപ്പം അമ്പലത്തിലേക്ക് നീയും വാ. ഇല്ല, ഞാൻ എവിടേക്കും വരുന്നില്ല. അവിടെയൊക്കെ പല കാട്ടുമൃഗങ്ങളും കാണും. മനുഷ്യരുണ്ടെങ്കിലേ പേടിക്കേണ്ടതുള്ളൂ. ഞാൻ എന്തായാലും പോവാ. നീ വരുന്നുണ്ടോ? ശരി, ആയിക്കോട്ടെ, ഞാൻ വീട്ടിലേക്ക് പോവാ. നീ വരുന്നവരെ ഞാൻ പൂജ ചെയ്യില്ല. അത് നിന്റെ ഇഷ്ടം. ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോവാ.
മരണത്തിലേക്കാണ്. മരണം വായ തുറന്ന് കാത്തിരിക്കുന്നു. മരണത്തിലേക്ക് നീ നടന്നു പോകരുത്. ഹേ മൃത്യുഞ്ജയ, നിന്റെ ഭക്തയ്ക്ക് ഈ സ്ഥിതിയോ? എന്തിനാണിത് പരമേശ്വര? അവള് തനിച്ചാണല്ലോ വരുന്നത്. കൂടെ എന്റെ മകനില്ല, അവനെ കാണുന്നുമില്ലല്ലോ. എല്ലാവരും റെഡി ആയിരിക്കെ. ഇതിനേക്കാൾ നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ല. തൃശൂലിന് ഈ കാര്യത്തിൽ ഒരു ഓർമ്മയില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കാരണവും എനിക്കറിയാം. പക്ഷെ ഇതൊന്നും അവന് മനസ്സിലാവുന്നില്ലല്ലോ. മകുടിനാഥം കേൾക്കുന്നു. ഇല്ല, തോന്നലായിരിക്കും. ആരൊക്കെ ഉണ്ട് ഇവിടെ? ശത്രുക്കൾ എന്റെ ചുറ്റിനും വലയം തീർത്തിരിക്കാം. എത്രയും പെട്ടെന്ന് രക്ഷാകവചം ഉണ്ടാക്കിയിട്ട് ശത്രു സ്തംഭന മന്ത്രം ചൊല്ലേണ്ടതുണ്ട്. ഓം നമ ശിവായ ബ്രഹ്മപുരുഷം പരമേശ്വരം. എന്തോ മന്ത്രം ചൊല്ലുകയാണല്ലോ. അത് അനുവദിക്കരുത്. മകുടി ഊതൽ തുടരാൻ പറയാം. ഓം ഓം നമ ഓം നമ ശിവായ. ഓം നമ ശിവായ. നിർത്ത! ആരാണ് നിങ്ങൾ? എന്തിനാ ഇങ്ങനെ മകുടി ഊതുന്നത്? ഇപ്പോൾ ഒരു വെട്ട് ആ നാഗറാണിയുടെ മേലെ വീണ ഇച്ഛാധാരി നാഗറാണി തുണ്ടം തുണ്ടമായി തീരും. മുതലാളി പറഞ്ഞത് ഇവൾ പൂർണ്ണ രൂപത്തിലാകുമ്പോൾ വെട്ടാനാണ്.
ഞാൻ ശിവാനിയുടെ കൂടെ ഒരുമിച്ചത് ഓർക്കുന്നതേ ഇല്ല. ഛേ, ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കി. എന്തുകൊണ്ട് എനിക്കൊന്നും ഓർമ്മ വരാത്തെ? എനിക്ക് ശിവാനിയോടുണ്ടായിരുന്ന പ്രണയം ഓർമ്മയുണ്ട്. അവൾക്ക് വേണ്ടി ഞാൻ പോരാടിയതും ഓർമ്മയുണ്ട്. അവൾക്ക് വേണ്ടി അലഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. എന്നാ അവളുടെ കൂടെ ഒന്നായത് മാത്രം എന്താ എനിക്ക് ഓർമ്മയില്ലാത്ത? എന്തുകൊണ്ടാ? എന്റെ മറവി എന്റെ പങ്കാളിയെയും പ്രണയത്തെയും ഒക്കെ കേവലമായിട്ട് നോക്കുന്ന രീതിയിലാക്കി കളഞ്ഞില്ലേ? ശ്ശേ. നിനക്കുള്ളതാണ് അവൾ, അവൾക്കുള്ളതാണ് നീ. നീയില്ലാതെ അവളില്ല, അവളില്ലാതെ നീയുമില്ല. നീയില്ലാതെ അവളില്ല, അവളില്ലാതെ നീയില്ല. എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ ശബ്ദം. ഓ, സ്വാമിജിയുടെ ശബ്ദമാണല്ലോ ഇത്. ഓ, സ്വാമിജി എവിടെയുള്ളേ? ദയവേത് മുന്നേ വന്ന് സംസാരിക്കേ. അവൾക്കായി നീയും നിനക്കായി അവളും. ഓ സ്വാമിജി, ഞാൻ ആകെ പ്രാന്ത് പിടിച്ചിരിക്കുക. ഇനിയും എന്നെ കൺഫ്യൂഷൻ അടിച്ച് കൊല്ലല്ലേ. എവിടെയാണെന്ന് പറയും സ്വാമിജി. എന്റെ മുന്നിലേക്ക് വാ, ഇവിടെ വന്ന് നിന്ന് സംസാരിക്കേ. അവൾ അവളുടെ മരണത്തിന്റെ ചുഴിയിൽ ബന്ധിതയാണ്. നീ ഇവിടെ മറവിയുടെ ചുഴിയിൽ ബന്ധിതനാണ്. അവളുടെ ഗർഭത്തിൽ നിന്റെ കുഞ്ഞ്. നിന്റെ അവൾ നിന്റേതായപ്പോൾ നിന്റെ അവളിൽ നിന്റെ കുലമായതിനെ സംശയിക്കാമോ? നീ ഇവിടെ വന്നുപെട്ടതാണ്, മറന്നുപോയതാണ്. നീ നിന്നെ തേടി വന്നിരിക്കുന്നതാണ് അവൾ. തേടി വന്നവളുടെ മേൽ എടുത്തു ചാടി തീരുമാനമെടുക്കാൻ പാടില്ല. സത്യമല്ല, ആ മഹേശ്വരനെ അറിയൂ. ജയ് ഭോലേനാഥ്. സ്വാമിജി, അങ്ങ് പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്, കുറച്ചൊന്നും മനസ്സിലാവുന്നില്ല. ഒരുപാട് കൺഫ്യൂഷനിലാണ് ഞാനിപ്പോ. ഓക്കെ, അങ്ങ് പറയുന്നതെല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷേ അതിലേതാണ് സത്യം, ഏതാണ് കള്ളമെന്ന് പറയും. എന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം തരൂ. നിന്നിൽ തന്നെ കുടികൊള്ളുന്ന ഉത്തരങ്ങളെല്ലാം ഞാൻ എങ്ങനെ തേടിത്തരുവാനാണ്? മനസ്സെന്ന കിണറ്റിൽ നിന്റെ ബുദ്ധി മുങ്ങിക്കിടക്കുകയാണ്. ഒരാളുടെ പ്രണയം നീ നിരസിച്ചതുകൊണ്ട് കിട്ടിയ ശാപമാണിത്. അവളുണ്ടെങ്കിൽ നിനക്ക് സങ്കടം, അവളുണ്ടെങ്കിൽ നിനക്കുണ്ടാവില്ല സങ്കടമൊന്നും. മനസ്സെന്ന കിണറ്റിൽ പാതാള കരണ്ടിയിട്ട് തേടി നോക്ക്. നിന്റെ കളഞ്ഞുപോയ ബുദ്ധി തിരികെ കിട്ടും. അവിടെ അവളുടെ പ്രണയം കാണാൻ കഴിയും. നിന്റെ 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 നീതിയും നിനക്ക് കിട്ടും. അവളുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ശക്തി കിട്ടൂ. അവളുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് പ്രണയം ലഭിക്കൂ. അവളുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് മുക്തിയും കിട്ടൂ. ആ പരമേശ്വരനോട് പ്രാർത്ഥിക്കൂ, അദ്ദേഹത്തെ പറ്റി ആലോചിക്കൂ. നിനക്ക് സത്യത്തിന്റെ ദർശനം ലഭിക്കും. ജയ് ഭോലേനാഥ്. സ്വാമിജി. ഓ, ഇതിപ്പോ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? എന്റെ സംശയങ്ങൾക്കൊക്കെ ഇദ്ദേഹം പറഞ്ഞ ഉത്തരമായിരുന്നു. സ്വാമിജി, അയ്യോ, ഇതെവിടെ പോയി കാണുന്നില്ല.